അതിൻ്റെ തലക്കെട്ട് യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഈ സംഭവം നടക്കുന്നത് വിജന പ്രദേശത്താണ്. വിജന പ്രദേശം എന്ന് പറഞ്ഞാൽ മരുഭൂമി പോലെ സ്ഥലമാണ്, ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ് വിജന പ്രദേശം. അങ്ങനെയുള്ള സ്ഥലത്ത് ഈശോ ചെയ്ത ഒരു പ്രവൃത്തി ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല ഉത്തരമാണ് ഈ വചനം. ഈശോ 5 അപ്പം 5000 പേർക്ക് ആ വിജന പ്രദേശത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. ആളുകൾ മുഴുവൻ ഭക്ഷിച്ചു തീർന്നപ്പം അവിടെ ഇഷ്ടംപോലെ അപ്പക്കഷണങ്ങൾ അപ്പം മിച്ചമായിട്ട് വന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, ബാക്കി വന്ന കഷണങ്ങൾ ആ കൊട്ട നിറയെ ശേഖരിക്കുക. എന്റെ ചോദ്യം ഈ ദൈവവചനത്തിലൂടെയാണ്, എങ്ങനെയാണ് ഈ വിജന പ്രദേശത്ത് 12 കൊട്ടയുണ്ടായത്? ഈ കൊട്ട ആര് കൊണ്ടുവന്നു? ഈ വിജന പ്രദേശത്ത് ആൾക്കാർ ഒരുമിച്ച് കൂടിയത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടൊന്നുമല്ല. അവിടെ വന്നു, അവർ 2-3 ദിവസമായിട്ട് ദൈവവചനം കേൾക്കുമായിരുന്നു. ഈശോ പെട്ടെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അപ്പോഴാണ് ഈ ശിഷ്യന്മാർ പറയുന്നത്, ഇവിടെ ആകെ കുറച്ച് അപ്പമേ ഉള്ളൂ. ആ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ മിച്ചം വന്ന അപ്പങ്ങൾ അതൊരു കൊട്ടയ്ക്കകത്തിട്ടാണ് ശേഖരിച്ചത്. 12 കൊട്ട. ഈ 12 കൊട്ട ആര് കൊണ്ടുവന്നു? ഇതെവിടെ നിന്ന് വന്നു? നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. അതിന്റെ ഒരു ഉത്തരം ഇങ്ങനെയാണ്, ഈ 12 കൊട്ട മിച്ചം വരുന്ന അപ്പക്കഷണങ്ങൾ ശേഖരിക്കാൻ ഈശോ നേരത്തെ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വിഷയം അതാണ്. ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നത് ഇത്രയും പേരേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ദൈവവചന പ്രഘോഷണം ലോകത്ത് മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് യൂട്യൂബിലൂടെയൊക്കെ ലോകം മുഴുവൻ നമ്മൾ കേൾക്കുന്നു. കാര്യം, ഈ ദൈവവചന ശുശ്രൂഷയിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും മലയാളികൾ പങ്കെടുക്കുന്നുണ്ട്. യൂട്യൂബിലൂടെ കാണുവാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇത്രയും പേരല്ലേ കേൾക്കുന്നുള്ളൂ. അല്ല, ഇത് ലോകം മുഴുവൻ ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവർക്കെല്ലാം ഒരു സ്നേഹത്തിന്റെ ദൂത് ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും വളരെ നേരത്തെ ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ മക്കളുടെ ഭാവി ദൈവം അത് ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ കടബാധ്യത മാറാനുള്ളൊരു വഴി, അത് മാറാനുള്ളൊരു വഴി ദൈവം നേരത്തെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങൾ നോർമലായി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 5000 പുരുഷന്മാര് വചനം കേൾക്കുന്നു, ഒരുപാട് സ്ത്രീകൾ അവിടെയുണ്ട്, ആ വിജന പ്രദേശത്തുണ്ട്. എല്ലാവർക്കും അപ്പം കൊടുത്തതിന് ശേഷം മിച്ചം വന്ന അപ്പക്കഷണങ്ങൾ ശേഖരിക്കാൻ 12 കൊട്ട അവിടെ ഈശോ റെഡിയാക്കി വച്ചിരുന്നു, ഒരുക്കി അവിടെ വച്ചു. ദൈവം എല്ലാ കാര്യവും നമുക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അടുത്ത് പറയുന്ന കാര്യം. ദൈവം ഒരുക്കിയിരിക്കുന്നത് എനിക്ക് കിട്ടാൻ ഞാൻ നന്നായിട്ട് ഒരുങ്ങണം. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം. ദൈവം എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നല്ല ഭാവി എനിക്കുണ്ടാകാൻ ഞാൻ നന്നായിട്ട് ഒരുങ്ങണം. എന്നാലേ ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഒരുക്കമുണ്ടല്ലോ, അതെല്ലാവർക്കും പറ്റത്തില്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് ഇച്ചിരി പ്രയാസമാണ്. ദൈവത്തിന്റെ ആ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാൻ, നമുക്കത് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഒരുങ്ങാൻ ഇഷ്ടമില്ല. ആ ഒരുക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ എടുത്ത് പഠിച്ച വിഷയം ഒരുപാട് പേര് പഠിച്ചു. എന്റെ ഒപ്പം പഠിച്ച പലരും ജോലി കിട്ടി, നല്ലതായി. ഞാൻ മാത്രം ജോലിയില്ലാതെ ഒറ്റപ്പെട്ടു പോയി. എന്റെ ടൗണിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എല്ലാരും ചോദിക്കും, ജോലിയായില്ലേ? ഞാൻ ഉത്തരം പറഞ്ഞ് മടുത്തു. അപ്പോൾ ആ വ്യക്തിക്ക് ഞാൻ കൊടുത്ത ഉത്തരമാണ്, നിനക്കൊരു നല്ല ജോലി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചാ മാത്രം മതി, നീ അങ്ങനെ ഒന്ന് ഒരുങ്ങിയാ മതി. ഹല്ലേലൂയ. ഇന്ന് ആ വ്യക്തിക്ക് നല്ലൊരു ജോലി ഉണ്ട്. അപ്പോഴാണ് ആ വ്യക്തി പറയുന്നത്, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യം, ദൈവം ഒരു വ്യക്തിക്ക് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും.
ഇപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ദൈവവചനത്തിലേക്ക് വരാം. ഇത് അതിനുമുമ്പ് കേട്ടെ, 12 കൊട്ട ദൈവം അവിടെ ഒരുക്കി വെച്ചു നേരത്തെ തന്നെ. മിച്ചം വന്നപ്പോ ഈശോ തലങ്ങും വിലങ്ങും ഓടി, ശിഷ്യന്മാരെ ഓടിച്ചില്ല. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് വല്ല കൊട്ടയോ എന്തെങ്കിലും പാത്രം വല്ല കിട്ടുമോ നോക്കാൻ പറയും. അന്നേരം അല്ല ഓടിച്ചത്. അപ്പം മിച്ചം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഈശോ ആ കൊട്ടയെടുത്ത് ഈ 12 കൊട്ടയ്ക്കകത്ത് ശേഖരിക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒരുക്കി വെച്ചു. അതായത് റിട്ടയർഡ് SP ആയിട്ടുള്ള ഒരാളുടെ മകൻ ഇവിടെ ധ്യാനിക്കാൻ വന്നു. റിട്ടയർഡ് SP ആണ്, കോടികളുടെ ആസ്തിയുള്ള. പക്ഷെ മകന് 42 വയസ്സ് പ്രായം, വിവാഹം നടന്നിട്ടില്ല. കോടീശ്വരന്മാരിൽ ഒരാളാണ്, ഇവിടെ ധ്യാനിക്കാനുണ്ടായിരുന്നു. വിവാഹം നടന്നിട്ടില്ല. അപ്പൻ റിട്ടയർഡ് SP ആണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. അമ്മ വലിയ നിലയിലാണ്. എല്ലാവരും അവരെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതം. അതുപോലെ സാമ്പത്തിക ഭദ്രതയുള്ള, കോടികൾ ആസ്തിയുള്ള ഒരാൾ, 42 വയസ്സ്. നമുക്ക് തോന്നുന്നു ഇത്രയും പണമുള്ള വീട്ടിലെ ഈ മകന്റെ കല്യാണം എന്തുകൊണ്ട് നടന്നില്ല? ഈ മനുഷ്യൻ ഭയങ്കര ദുഃഖത്തിലാണ്. ഒരാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. ദൈവം ആ വ്യക്തിക്ക് കൊടുത്ത സന്ദേശം എന്നറിയോ? നിനക്കൊരു നല്ല ജീവിത പങ്കാളിയെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അവൻ എന്നോട് ചോദിച്ചു, 2ാം ഘട്ടമായിരിക്കും അല്ലേ? 2ാം ഘട്ടമൊക്കെ ആയിരിക്കും, എനിക്ക് അങ്ങനത്തെ ആയിരിക്കും, അല്ല നീ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അതിനൊന്നും ഉത്തരം പറയാൻ ഞാൻ ആളല്ല. ആളെന്തായാലും ഒരാഴ്ച ധ്യാനം കഴിഞ്ഞു പോയി. 1 മാസം കഴിഞ്ഞപ്പം 35 വയസ്സുള്ള ഒരു ഡോക്ടർ, വിവാഹം കഴിച്ചിട്ടില്ല. 20 ലക്ഷം രൂപയാണ് ഈ ഡോക്ടറുടെ മാതാപിതാക്കൾ ഇവൾക്ക് സ്ത്രീധനമായി കൊടുക്കാൻ ഓൾറെഡി വെച്ചിരിക്കുന്നത്. 20 ലക്ഷം രൂപ. ആള് ഡോക്ടറാണ്. അപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള വിവാഹാലോചന 1 മാസത്തിനുള്ളിൽ വരുന്നു. വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. ജനുവരി മാസത്തിൽ വിവാഹമാണ്. അപ്പോഴാണ് ഈ വ്യക്തി റിജോ അച്ഛനോട് പറയുന്നത്, അച്ഛനുമായിട്ട് ബന്ധമുള്ള ഒരാളായി പറയുകയാണ്, അച്ഛാ എന്റെ വിവാഹം ഇങ്ങനെ നടക്കും, എനിക്ക് ജീവിത പങ്കാളിയായിട്ട് വരുന്ന ഡോക്ടറായിരിക്കും, ഞാൻ വെറുതെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ വിശ്വസിക്കുകയാണ്, നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയാൽ, എന്റെ ജീവിതത്തെ ഞാൻ കുറച്ചുകൂടെ ദൈവത്തോട് അടുപ്പിച്ചാൽ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രദ്ധിച്ച്, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം ദൈവം ചില കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബൈബിളിന്റെ ആരംഭത്തിൽ തൊട്ട് ഇത് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആരെയാണ്? ആദത്തെയും ഹൗവായെയും. ആണോ? ആദത്തെയും ഹൗവായെയും സൃഷ്ടിച്ചു. എപ്പോഴാ സൃഷ്ടിച്ചത്? എല്ലാ സൃഷ്ടികർമ്മത്തെക്കാൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ദൈവം ആദി മാതാപിതാക്കളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് കഴിക്കാനുള്ള ഭക്ഷണം വരെ റെഡിയാക്കിയിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴല്ല ഇവൻ എന്ത് ഭക്ഷണമായിരിക്കും കഴിക്കുക എന്ന് വിചാരിച്ച് ദൈവം അലഞ്ഞു തിരിഞ്ഞു നടന്നത് അല്ല. ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവിടെ ഏദൻ തോട്ടത്തെ സൃഷ്ടിച്ചു. മാത്രമല്ല, അവിടെ ആപ്പിൾ പഴുത്ത് കിടക്കുന്ന അത്രയും വളർച്ചയുള്ള ആപ്പിൾ മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ദൈവം അങ്ങനെയാ. സാധാരണ നമ്മളൊരു ആപ്പിൾ നടുമ്പോ ഒരു തയ്യാ കൊണ്ട നടുന്നേ, ആപ്പിൾ ഉള്ള ഒരു മരമല്ല കൊണ്ട നടുന്നേ. പക്ഷെ ദൈവം ആദി മാതാപിതാക്കളെ സൃഷ്ടിച്ചപ്പോൾ അവന് കഴിക്കാനുള്ള ഭക്ഷണം ആ പഴവർഗ്ഗങ്ങൾ പോലും അവിടെ റെഡിയാക്കി വച്ചതിൽ പിന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന് കഴിക്കാനുള്ള കാര്യം വരെ ദൈവം ഒരുക്കി വെച്ചു. ഹല്ലേലൂയ. ഇതുപോലെ നോക്കിക്കേ, ബൈബിൾ തുടങ്ങുന്ന അങ്ങനെ തന്നെയാണ്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി ബൈബിൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ കാണാൻ പറ്റും. ഇനി ആദവും ഹൗവായും കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ല. ദൈവമേ, ഈ തോട്ടമൊക്കെ നനയ്ക്കണ്ടേ, ഇത് നനയ്ക്കാൻ വെള്ളം എവിടെ നിന്ന് കിട്ടും, ഇത് എങ്ങനെ നനയ്ക്കും? ദൈവം അവർ ചിന്തിക്കുന്നതിന് മുമ്പ് ആ ഏദൻ തോട്ടത്തിന്റെ സമീപത്തൂടെ നല്ലൊരു നദി ദൈവം ഒരുക്കി കൊടുത്തു. അവർ ഈ തോട്ടം നനയ്ക്കാൻ ആവശ്യമായ ജലം, അവർക്ക് കുടിക്കാൻ ആവശ്യമായ മുഴുവൻ വെള്ളവും ഉള്ള ഒരു നദി. അല്ലാണ്ട് ആദമല്ല ഒരു നദി അവിടെ സൃഷ്ടിച്ചത്, ദൈവം അതിനു മുമ്പേ അവർക്ക് ഒരുക്കി കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തുകൊള്ളുക, ഇത് ദൈവവിശ്വാസിയായ ഒരാൾക്ക് മനസ്സിൽ ഒത്തിരി ധൈര്യമാണ്. എനിക്കുള്ളതെല്ലാം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ടെൻഷൻ ഒന്നും ആവണ്ട. എന്റെ ഭാവി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്റെ നാളെയെ കുറിച്ചുള്ള ജീവിതം, എനിക്ക് രോഗം വരുമോ,
ഞാൻ മരിച്ചെങ്ങാനും പോവോ? എന്തിനാ ഭയപ്പെടുന്നേ? എന്റെ നന്മ ആഗ്രഹിച്ച് ദൈവം നല്ലത് എനിക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം രോഗമല്ല ഒരുക്കി വച്ചിരിക്കുന്നത്, എനിക്ക് ദൈവം ആരോഗ്യമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. എനിക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ദാരിദ്ര്യമല്ല, എനിക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് സമ്പത്താണ്. എന്റെ മക്കൾക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് നല്ല ഭാവിയാണ്. പക്ഷെ അത് നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം. പറഞ്ഞേ ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ, 5 അപ്പം 5000 പേർക്ക് കൊടുത്തിട്ട് മിച്ചമുള്ള അപ്പക്കഷണങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഈശോ നേരത്തെ അത് കളക്ട് ചെയ്യാനുള്ള കൊട്ട അവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അത്ര ശ്രദ്ധയാ ദൈവത്തിന് എല്ലാ കാര്യത്തിനും. മിച്ചം വന്ന അപ്പക്കഷണങ്ങളെ കുറിച്ച് പോലും അത്രയും ശ്രദ്ധയാണെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും എന്നെ കുറിച്ച് എന്റെ ദൈവത്തിന് അതിനേക്കാൾ എന്തേലും ശ്രദ്ധയായിരിക്കും. ബൈബിൾ വായിക്കുമ്പോൾ ഇനിയും കാണാൻ പറ്റും. അബ്രാഹത്തിനും സാറായിക്കും മക്കളില്ലായിരുന്നു, പക്ഷെ ദൈവം അവർക്ക് മക്കളെ കൊടുത്തു. മക്കളെ കൊടുത്തതിന് ശേഷം കുറച്ചു പ്രായമായപ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുവാണ്, നീ കൊണ്ടുപോയി മോറിയ മലമുകളിൽ കൊണ്ടുപോയി ബലി അർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അബ്രാഹാം മകനായ ഇസ്ഹാക്കിന്റെ തലയിൽ വിറകും കത്തിയും എടുത്തു കൊടുത്തു. മോറിയ മലമുകൾ കയറുമ്പോൾ പോലും അബ്രാഹത്തിന് അറിയില്ലായിരുന്നു എനിക്ക് വേണ്ടി ദൈവം ഒരു കാര്യം കരുതിയിട്ടുണ്ടെന്ന്. അബ്രാഹാം ചിന്തിച്ചിട്ടില്ല. അവിടെ മലമുകളിൽ കയറി ബലിപീഠമുണ്ടാക്കി വിറകടുക്കി കുട്ടിയെ ബലിപീഠത്തിൽ കിടത്തി ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി കത്തി ഉയർത്തിയപ്പോൾ ദൈവം പറഞ്ഞു, കുട്ടിയെ തൊട്ടുപോകരുത്. എന്നിട്ട് ദൈവം പറയുകയാണ്, ദാ നീ നോക്ക്, നീ ബലിയർപ്പിക്കാനുള്ള ഒരു ആട്ടിൻകുട്ടി ഇതാ അപ്പുറത്തെ തോട്ടത്തിൽ ഒരു കുറ്റിക്കാടിൽ ഉടക്കി കിടക്കുന്നു, അതിനെ പിടിച്ച് ബലിയർപ്പിക്കുക. നോക്കിക്കേ, ബലിയർപ്പിക്കാനുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദൈവം അബ്രാഹാം പോലും ചിന്തിക്കുന്നതിന് മുമ്പ് ആ മോറിയ മലമുകളിൽ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നു. അബ്രാഹാം അല്ല ഓടിയത്, എവിടെ ഒരു ആടിനെ കിട്ടോ ഒരു പ്രാവിനെ കിട്ടോ എന്തേലും ബലിയർപ്പിക്കണമല്ലോ. അബ്രാഹാം ഓടിയിട്ടില്ല. അബ്രാഹത്തിന് വേണ്ടി ദൈവം അത് ഒരുക്കി വച്ചു. ഇത് കേട്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും. എന്ത് ചെയ്താൽ മതി? ദൈവം എനിക്ക് നല്ലത് ഒരുക്കി വച്ചിട്ടുണ്ട്, അത് മാത്രം ചിന്തിച്ചാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വീണ്ടും ബൈബിളിലേക്ക് വന്നേ. പഴയ നിയമത്തിൽ ദാനിയേൽ എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്. ദാനിയേലിനെ രാജാവ് സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു. സിംഹക്കുഴി, സിംഹത്തിന്റെ കൂട്ടിൽ ഒരു മനുഷ്യനെ പഴയ കാലത്ത് ഇടുമ്പോ സിംഹത്തിനെ ദിവസങ്ങളോളം പട്ടിണിക്കിടും. എന്നാലേ ഒരു മനുഷ്യനെ അങ്ങോട്ട് തള്ളിയിടുമ്പോ വരുന്ന വഴിക്ക് തന്നെ സിംഹം അടിച്ച് തീർക്കോളും. ഒറ്റയടിക്ക് ഒരു മനുഷ്യൻ തീർന്നു പോകും. സിംഹത്തെ കാണുമ്പോൾ തന്നെ പകുതി ജീവൻ നമ്മുടെ പോകും. 1, 2, ബാക്കി അവിടെ ചെന്ന് സിംഹം ബാക്കി കൈകാര്യം ചെയ്തോളും. സിംഹം ആ സിംഹക്കുഴിയിലേക്ക്, പട്ടിണിക്കിട്ട സിംഹക്കുഴിയിലേക്ക്, സിംഹത്തിന്റെ അടുത്തേക്ക് ദാനിയേലിനെ ഇട്ടു. എന്നിട്ട് കുഴി മൂടി. എല്ലാരും പുറത്തുനിന്ന് എല്ലാരും പറഞ്ഞു, അവന്റെ അധ്യായം തീർന്നു, അവന്റെ ചാപ്റ്റർ തീർന്നു, ഇനി അവൻ കളിക്കത്തില്ല. എല്ലാരും സപ്പോർട്ട് ചെയ്തു. ദാനിയേലിനെ സിംഹം തിന്നു. ഇങ്ങനെയൊക്കെ നമ്മളെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയാൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ലേ, കണ്ടു ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ അയാൾ വലിയ പ്രശ്നത്തില്ല. നമ്മൾ ചുറ്റും നോക്കി പലരും നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം തീർന്നു, നമ്മുടെ കൊച്ചിന്റെ കല്യാണം നടക്കുകയല്ല, ഈ കടബാധ്യതൊന്നും മാറിയല്ല, അവര് വീട് വെക്കുകയല്ല, അവർക്ക് ജോലി കിട്ടത്തില്ല, നമ്മൾ ഉയരത്തില്ല. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ കുറെ പേരുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കരുത്. അടുത്തൊരു കാര്യം കേട്ടു. ദാനിയേൽ സിംഹക്കുഴിയിൽ ഇട്ടപ്പം ദൈവം ഈ ദാനിയേൽ വീണ സിംഹക്കുഴിയിൽ ദാനിയേൽ വീഴുന്നതിന് മുമ്പ് ഒരു ദൂതനെ ആ കുഴിയിൽ ഇറക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി വായിക്കണം, ബൈബിൾ വായിച്ച് ദാനിയേൽ പുസ്തകം വായിച്ചു. ദാനിയേൽ ആ സിംഹക്കുഴിയിൽ വീഴുന്നതിന് മുമ്പ് ദൈവം ഒരു ദൂതനെ ആ സിംഹക്കുഴിയിൽ ഇറക്കി നിർത്തി. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ദൂതൻ സിംഹത്തിന്റെ വാ അടച്ചു കളഞ്ഞു. ഇത് ദൈവം ദാനിയേലിന് ഒരുക്കി വെച്ചൊരു ദൈവാനുഗ്രഹമാണ്. നോക്കിക്കേ, ദാനിയേൽ സിംഹക്കുഴിയിൽ വീണതിന് ശേഷം അല്ല ദൈവം എന്ത് ചെയ്യും? സിംഹത്തിന്റെ വായ അടയ്ക്കാൻ ഒരാളെ വിടണമല്ലോ, ഒരു ദൂതനെ വിടണോ, ആലോചിക്കാൻ പോയത്. ദാനിയേൽ സിംഹക്കുഴിയിൽ ചെന്നു വീഴുന്നതിന് മുമ്പ് ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധത്തിലുള്ള ദൈവിക സംരക്ഷണം ആ കുഴിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ ആണോ? നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട, ദൈവത്തിന്റെ വാക്ക് ഭയപ്പെടണ്ട. അവിടെ നിങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ
നിങ്ങളെ പിടിച്ചു കയറ്റാൻ കഴിവുള്ള ദൈവം ഒരു ദൂതനെ നിങ്ങളായിരിക്കുന്ന തകർച്ചയിൽ നിങ്ങളെ ഒരു പോറൽ പോലും പറ്റാതെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവിടെ കുറെ വഴികൾ. അത് കാണണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങിയാൽ ദൈവം ഒരുക്കി വെച്ചത് നമ്മുടെ കൈകളിലെത്തും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ പല കാര്യങ്ങളും ഒരുക്കി വെക്കുന്നവരല്ലേ? 5 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കൊച്ചിന്റെ കല്യാണം നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 5 അല്ല 7 വർഷം മുമ്പ്, 10 വർഷം മുമ്പേ ഒരു ചെറിയ പൈസയും സ്വർണ്ണവും ഒക്കെ സൂക്ഷിക്കാൻ തുടങ്ങും. 10 വർഷം കഴിയുമ്പോൾ എൻ്റെ കൊച്ചിന്റെ കല്യാണം നടത്തേണ്ടതാ. നിങ്ങൾ നേരത്തെ കരുതി വയ്ക്കും. എൻ്റെ കൊച്ചിനെ മെഡിസിന് വിടാനാണ് എൻ്റെ ആഗ്രഹം, ഡോക്ടർ ആക്കണമെന്നാണ് ആഗ്രഹം. നന്നായിട്ട് പഠിക്കുന്ന കൊച്ച, മെഡിസിന് വിടണമെങ്കിൽ നല്ല പൈസ വേണം, കോളേജിൽ അഡ്മിഷനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി സൂക്ഷിക്കാൻ തുടങ്ങും. നമ്മൾ പോലും നമ്മുടെ മക്കൾക്ക് വർഷങ്ങൾ കഴിഞ്ഞ് വേണ്ട കാര്യം നമ്മൾ ഒരുക്കാൻ തുടങ്ങും, സൂക്ഷിക്കാൻ തുടങ്ങും. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ബുദ്ധി അല്ല ദൈവത്തിന്റെ ബുദ്ധി, നമുക്ക് വേണ്ടത് മുഴുവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, ദൈവം പഴയ നിയമത്തിൽ യോനാ പ്രവാചകനെ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി നോക്കിയേ. യോനാ പ്രവാചകൻ ഒരു കപ്പലിൽ കയറി പോകുമ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്നവർ യോനാ പ്രവാചകനെ എടുത്ത് കടലിലേക്ക് ഇട്ടപ്പോൾ ദൈവം ആ കടലിന്റെ അടിയിൽ ഒരു തിമിംഗലത്തെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലോ ആ യോനാ പ്രവാചകൻ ആ വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടി ചത്തുപോയതേ. അങ്ങനെ ഒരു ആപത്ത് വരാതിരിക്കാൻ ആ കടലിലേക്ക് ഈ കപ്പലിൽ നിന്ന് യോന എടുത്തെറിഞ്ഞു പാടെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഒരു മീൻ അങ്ങോട്ട് വിഴുങ്ങി. ആ മീനിന്റെ ഉദരത്തിൽ ഈ യോനാ പ്രവാചകൻ ഒരു പരിക്ക് പോലും പറ്റാതെ അവിടെ സേഫ് ആയിട്ട് കിടന്നു. ഈ മീൻ തന്നെ ഈ യോനാ പ്രവാചകനെ കരയ്ക്ക് കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. അപ്പോഴും യോനാ പ്രവാചകന് ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ അറിയാതെ എങ്ങനെയോ സംഭവിച്ചതാണെന്നല്ല, ഇതാണ് ദൈവം നമുക്കായി എല്ലാം കരുതിയിട്ടുണ്ട്. ഈ കപ്പലിൽ നിന്ന് യോനാ പ്രവാചകനെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട ആൾക്കാർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അവൻ വെള്ളം കുടിച്ച് ചത്തുപോയിട്ടുണ്ടാവും, അല്ല ഏതെങ്കിലും മത്സ്യം വലിച്ചു കീറി തീർത്തിട്ടുണ്ടാവും. ആൾക്കാർ പറഞ്ഞ പോലല്ല നടന്നേ, ആളുകൾ അഭിപ്രായം പറഞ്ഞ പോലല്ല യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നേ. ഒരു കാര്യം കേട്ടെ, ആളുകൾ എന്തൊക്കെ അഭിപ്രായം നമ്മളെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് ശരിയല്ല, ആ കുടുംബം ശരിയല്ല, ആ വീട്ടിൽ കല്യാണം നടക്കും, നമ്മളെ നോക്കി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞതനുസരിച്ചല്ല നടന്നത്. ദൈവം കരുതിയതുപോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ നടത്തിക്കൊണ്ടുപോയത്. മനുഷ്യന്റെ അഭിപ്രായത്തിനനുസരിച്ചല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്ന് വീട്ടിൽ പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ ചങ്ക് നിറഞ്ഞൊരാശയം പറയാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം വളരെ നേരത്തെ കരുതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കയ്യിലാണ്, നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിലേക്ക് അത് വരണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഒരുങ്ങണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം കേൾക്കുന്ന അല്ലെ ലോകം മുഴുവൻ കേൾക്കുന്ന എല്ലാവരും അറിയട്ടെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നല്ലൊരു ജീവിതം, നിങ്ങൾക്കൊരു നല്ല ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഉയർച്ചയുള്ള ഒരു സാമ്പത്തിക ഭദ്രത ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രശ്നത്തിലാണെങ്കിലും ദൈവമാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് വായിക്കുമ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വചനം കൂടെ പറഞ്ഞ് നിർത്താം. ദൈവം നമുക്കുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 5 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീ, ഓൾറെഡി 5 ഭർത്താക്കന്മാർ, 5 പേരെ കല്യാണം കഴിച്ച ഒരു സ്ത്രീ. പക്ഷെ താമസിക്കുന്നത് 5 ഭർത്താക്കന്മാരുടെയും കൂടെ അല്ല താനും, 6-ാമതൊരു പുരുഷന്റെ കൂടെയാണ്. പ്രാക്ടിക്കലി 6 ഭർത്താക്കന്മാർ അല്ലേ, ഭർത്താവിനെ പോലുള്ള 6 പേർ. അങ്ങനെ ഒരു സഹോദരി ലോകത്തിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആളെ കാണുക? നമ്മൾ ആരും ഒരു വില കൊടുക്കത്തില്ല. അതാണ് സമറിയാക്കാരി സ്ത്രീ. 5 ഭർത്താക്കന്മാർ ഓൾറെഡി നിയമവകുപ്പിലുണ്ട്, താമസിക്കുന്നത് ഭർത്താവല്ലാത്ത വേറൊരാളുടെ കൂടെ. അങ്ങനെ ആ സ്ത്രീയുടെ പൊട്ടിപ്പൊളിഞ്ഞു പോയൊരു ജീവിതം, തകർന്നുപോയ കുടുംബജീവിതം. 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ ജീവിതം മുഴുവൻ, കുടുംബജീവിതം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീഷായി പോയതാണ്. പക്ഷെ നോക്കിക്കോ, 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു അവിടെ ഒരു കിണറിന്റെ ചുവട്ടിൽ കുറെ നേരം കാത്തിരുന്നു. സമറിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി അവിടെ വരുന്നതിന് മുമ്പ് ഈശോ അവിടെ ഇരുന്നു.
അപ്പൊ ശിഷ്യന്മാര് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ ടൗണിലേക്ക് പോയി. ഈശോ മാത്രം. എന്റെ ചോദ്യം ഇതാണ്, ഈശോ എന്തിനാ കിണറിന്റെ അടുത്ത് പോയി ഇരുന്നതറിയോ? ഈശോയ്ക്ക് ആ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഈശോ അവിടെ ഇരുന്നത് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന, എന്നാൽ ഇപ്പോൾ താമസിക്കുന്ന ഭർത്താവല്ലാത്ത വേറൊരു പുരുഷന്റെ കൂടെ താമസിക്കുന്ന, തകർന്നു തരിപ്പണമായ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് ഒരു നല്ല ജീവിതം കൊടുക്കാൻ ഈശോ ആ വെള്ളം കോരാൻ വന്ന കിണറിന്റെ അടുത്ത് കാത്തിരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ആ സ്ത്രീ അവിടെ വന്നപ്പോൾ ഈശോ ചോദിച്ചു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക. ആ സ്ത്രീ വെള്ളമല്ല കൊടുക്കാൻ പോയത്. ആ സ്ത്രീ പറഞ്ഞു, നീ യഹൂദനാണ്, ഞാൻ സമറിയാക്കാരിയാണ്. അന്നത്തെ കാലത്തെ ഒരു നിയമം അവൾ ഒന്നരെ പറഞ്ഞു, യഹൂദരും സമറിയാക്കാരും തമ്മിൽ സമ്പർക്കമില്ലെന്ന് അറിയാൻ പാടില്ലേ. ഈശോ നിയമമല്ല ചോദിച്ചത്, കുടിക്കാൻ അല്പം വെള്ളം. ഇനി ശ്രദ്ധിച്ചു, അവൾ ആ കിണറിന്റെ അടുത്ത് നിന്ന് അവൾ പട്ടണത്തിലേക്ക് ഒരൊറ്റ ഓട്ടം. എന്നിട്ട് അവിടെ ചെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച്, അല്ല എനിക്കൊരു പുതിയ ജീവിതം നൽകിയ ഒരാളെ കുറിച്ച് പട്ടണത്തിൽ മുഴുവൻ പറഞ്ഞ് ഒരു ജനസമൂഹം അവിടെ ഈശോയെ കാണാൻ വന്നു. ആ സ്ത്രീക്ക് ഇത്രയും സന്തോഷം ഉണ്ടാകാൻ കാരണം എന്താ? എനിക്കൊരു പുതിയ ജീവിതം തരാൻ കാത്തിരുന്ന ഒരാൾ. ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര തകർന്നിരിക്കുന്ന ആളോ, കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കുകയോ, എന്തു വിഷമത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണേലും ഈ ധ്യാന കേന്ദ്രം അല്ലെങ്കിൽ ഈ ചെറിയ പ്രാർത്ഥനാലയം നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ലൈഫ്, ഒരു നല്ല ജീവിതം, ഒരു ഉയർച്ച, ഒരു സമൃദ്ധി നൽകാൻ കാത്തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ ഉണ്ട്, ഇവിടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാമോ ഹല്ലേലൂയ? നമ്മൾ കണ്ട വിഷയം എന്താണ്? എനിക്ക് വേണ്ടി എല്ലാം നേരത്തെ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദൈവം. എന്റെ ഭാവി എന്താകും, ഞാൻ ടെൻഷൻ വേണ്ട, എന്റെ ഭാവി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ദൈവവചനം പറയുമ്പം, ദൈവവചനം നിങ്ങളോട് പറയുമ്പം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഞാൻ വർഷങ്ങൾ 10ഉം 15ഉം വർഷം മുമ്പ് ഒരിക്കലും സ്വപ്നം കാണാത്തൊരു സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു പൊസിഷനിലാണ് ദൈവനെ നിർത്തിയിരിക്കുന്നത്. എനിക്കതുകൊണ്ട് നല്ല അഭിമാനമുണ്ട് ഇത് പറയാൻ. ഏത് പറയാൻ? എനിക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ദൈവവചനം ആയിരങ്ങളോട് പ്രസംഗിക്കാനുള്ള ഒരു കൃപ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എനിക്ക് 100% അറിയാം. ഞാൻ ഈ കഴിഞ്ഞ വർഷം പ്രാർത്ഥിച്ചത് കൊണ്ടോ, കഴിഞ്ഞ വർഷം ഞാൻ ഉപവാസം എടുത്തത് കൊണ്ടോ, എന്റെ വിശുദ്ധമായൊരു ജീവിതം കൊണ്ടോ ഒക്കെയാണ് എനിക്ക് ഈ കൃപ കിട്ടിയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ പറയും, എനിക്കുള്ളത് എന്നെ സ്നേഹിക്കുന്ന ദൈവം വളരെ നേരത്തെ എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരുന്നു. എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷം ദൈവവചനം പറയുവാൻ. എത്ര ത്യാഗമെടുത്ത് ഞാൻ ദൈവവചനം പറയും. എനിക്കറിയാം നിങ്ങളെക്കാൾ പാപിയാണ് ഞാൻ, നിങ്ങളെക്കാൾ പാപിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ. കാരണം നിങ്ങളെക്കാൾ പ്രാർത്ഥന കുറവുള്ള ഒരാളായിട്ട് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല. പക്ഷേ ഒരു നിശ്ചിത വർഷങ്ങൾക്ക് മുമ്പേ നിന്നെക്കുറിച്ചുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ഉയർച്ചയ്ക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനും നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തോട് അടുക്കാനും തുടങ്ങുമ്പം എന്നെക്കുറിച്ച് ദൈവം കരുതി വച്ചത് മുഴുവൻ എൻ്റെ കൈകളിൽ ദൈവം കൊണ്ടുവന്ന് തരും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ 1000% മുകളിലാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള കരുതൽ. എനിക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന, ഒരുക്കി വയ്ക്കുന്ന നല്ല ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി, നല്ല ജോലി, നല്ല വിവാഹം, നല്ല എല്ലാം നല്ലത് ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാം നല്ലതായിരിക്കും കേട്ടോ. ദൈവമെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പഴയത് തരണേ പഴയത് തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയേലും ഒരു കല്യാണം നടക്കണേ. ദൈവം എങ്ങനെയേലും ഒരു കല്യാണം നടത്തുന്ന ആളല്ല. പഴയ ഒരു കാറ് തരണേ. നമ്മൾ വിചാരിക്കും ദൈവം ആക്രി കച്ചവടക്കാരനാണെന്ന്. ദൈവം ആക്രി കച്ചവടക്കാരനല്ല. പഴയ കാറ് തരണേ, എങ്ങനെയേലും കല്യാണം നടക്കണേ, എങ്ങനെയേലും ഒരു വീട് പണിയാൻ ഒക്കണേ. എങ്ങനെയേലും അല്ല, നല്ലൊരു വീട് പണിയാൻ. അത് നല്ല ദൈവം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. നമുക്ക് നല്ല വീട്, നല്ല വാഹനം, നല്ല വിവാഹം, എല്ലാം നല്ലതാ തരുന്നത്. ചില ആൾക്കാരുടെ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് തോന്നും ദൈവം ആക്രി കച്ചവടക്കാരനാണെന്ന്. കാരണം അയാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവം പഴയ ഒരു 800 കാർ തരണേ, പഴയ ഒരു ഓട്ടോറിക്ഷ എടുക്കണേ, പഴയ ഒരു ബൈക്ക് തരണേ, പഴയ ഒരു ഫോൺ തരണേ, എല്ലാം പഴയത്.
ആക്രി കച്ചവടം ദൈവത്തിനില്ല. ദൈവത്തിനെല്ലാം നല്ലത് കൊടുക്കുന്ന നല്ലതാണ് നമ്മുടെ ദൈവം. നല്ലവൻ എന്ന് പറയാൻ കാരണം ദൈവം നല്ലത് കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്കെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രദ്ധിച്ച് അതിനൊരു ഉദാഹരണം, ഒരു കാര്യം പറയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ദൈവം ഒരുക്കിയിരിക്കുന്നത് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇത്രയും നാള് പല ആളുകളെയും കാണാനും പ്രാർത്ഥിക്കാനും ഒരു അനുഭവം എനിക്കുണ്ടായത്, പല ആളുകൾക്കും സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. കാപ്പി വിൽക്കും, 10,000 രൂപ വന്നു, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു, പൈസ തീർന്നു. എന്തിയെ പൈസ? അയ്യോ, പൈസ അവർ കൊടുത്തു. ഈ പണം ഉണ്ടല്ലോ, നമ്മുടെ കാപ്പി വിറ്റ പൈസ കൈ വന്നേലും അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ നാളുകളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സീസണാണ്, എല്ലാവരും പണി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ആൾ കുറഞ്ഞിട്ടുള്ളത്. ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു വരാൻ പറ്റില്ല, കാപ്പി പറിക്കാൻ പണിക്കാരുണ്ട്, ചെത്തിക്കൂട്ടാണ്, അങ്ങനെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു. അത് സാധാരണയാണ്. എന്നാലും നിങ്ങൾ ഇത്രയും പേര് ത്യാഗത്തോടെ വന്നു. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം എനിക്ക് ഈ പ്രാവശ്യം കാപ്പിയും മുളകും ഒക്കെ വിറ്റ് കിട്ടുന്നൊരു പണം അതെനിക്ക് ഉപകാരത്തെ കൊള്ളിക്കണം. ദൈവാനുഗ്രഹമുള്ള 5 രൂപയ്ക്ക് ദൈവാനുഗ്രഹമില്ലാത്ത 5 ലക്ഷത്തേക്കാൾ വിലയുണ്ട്. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയാം. ദൈവാനുഗ്രഹമുള്ള 5 രൂപ എന്റെ പോക്കറ്റിലുള്ളൂ. ദൈവാനുഗ്രഹം ഇല്ലാത്ത 5 ലക്ഷം രൂപയുണ്ട്. ദൈവാനുഗ്രഹമില്ലാത്ത 5 ലക്ഷത്തേക്കാൾ വിലയാണ് ദൈവാനുഗ്രഹമുള്ള 5 രൂപ. അങ്ങനെ ദൈവാനുഗ്രഹമുള്ള ഒരു പൈസ ഈ പ്രാവശ്യം നമ്മൾ കാപ്പിയും മുളകും ഇഞ്ചിയും ഒക്കെ വിൽക്കുമ്പം നമ്മുടെ കയ്യിൽ ദൈവം ആ പണം അതുകൊണ്ട് മരുന്ന് കടയിൽ കൊടുക്കാൻ ഓടരുത്. ഒത്തിരി പേര് വിഷമം തോന്നും. പല സാമ്പത്തികം വിട്ട് 10 രൂപ കയ്യിൽ വന്നു, അന്നേരം ഒരൊറ്റ ഓട്ടമാണ്. ഒരാൾക്കൊരു വയറുവേദന, ഒരാൾക്കൊരു കാലുവേദന, ബൈക്കിൽ നിന്ന് വീണു, അന്നേരം തന്നെ അത് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്നു, ബില്ല് മേടിക്കുന്നു, ബില്ല് നോക്കി എൻ്റെ കർത്താവേന്ന് വിളിക്കുന്നു, പോട്ടേന്ന് നോക്കും, തീർന്നു. നമ്മുടെ കയ്യിൽ വരുന്ന പണം നമ്മുടെ ആരോഗ്യത്തെ ദൈവം അനുഗ്രഹിച്ചാൽ നമ്മൾ ആ പണം മരുന്ന് കടയിൽ കൊടുക്കേണ്ടി വരില്ല. നിങ്ങളൊന്ന് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ 2018-ലും 19 എൻ്റെ കയ്യിൽ വരുന്ന പണം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ. ചില ആളുകൾക്ക് ദർബാർ ലൈഫാണ്. 500 രൂപ കിട്ടിയാൽ 3 കിലോ പോത്ത്, 2 കിലോ മീന് എല്ലാം മേടിച്ചു, 500 രൂപ തീർന്നു. ദർബാർ ലൈഫ്. 500 രൂപയ്ക്ക് 1000 രൂപയുടെ ചെലവ്. പാടില്ല. 500 രൂപ കിട്ടിയാൽ അത് 500 കാര്യങ്ങൾക്ക് കൊള്ളുന്ന 500 രൂപയാണ് കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടൊന്നും മേടിക്കേണ്ടെന്നല്ല, അതുകൊണ്ട് എങ്ങനെ എന്തേരം നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആ പണം ദൈവസന്നിധി സമർപ്പിച്ച് ദൈവമേ ഇത് എന്താ ചെയ്യണ്ടേ? ദർബാർ ലൈഫ്. ഒന്ന് കോഴിക്കോട് പോയി, വെറുതെ പോകേണ്ടതല്ലായിരുന്നു, പോയി. അന്നേരം തോന്നി ഒരാള് കണ്ണൂർക്ക് പോയാലോ ചോദിച്ചു, പോയി. ഒരു സിനിമയ്ക്ക് പോയി, തീർന്നു. പൈസ പോകാൻ എളുപ്പമാണ്. ദർബാർ ലൈഫ് പാടില്ല. 2, അത് നല്ല ദൈവാനുഗ്രഹത്തോടെ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ഒരു കൃപയും അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ കഴിവ് കിട്ടിയ ഒത്തിരി പേരെ എനിക്ക് അറിയാവുന്നത് കണ്ടപ്പോഴാണ്, ദൈവമേ പ്രാർത്ഥിച്ചാൽ ഇങ്ങനത്തെ കഴിവും ദൈവം കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ സാധാരണ ഇതൊന്നും ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പറയാൻ തോന്നി, ഞാൻ ഇങ്ങനെ വെറുതെ ഒരാളോടൊക്കെ പറഞ്ഞു, അവർ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവർ പറയുന്ന, അച്ഛാ ഇപ്പൊ എന്റെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾ പോകാൻ ഇത്ര പൈസ മതി. പണ്ട് ഇത്രയും കിട്ടിയാലും ഒന്നും അനങ്ങത്തില്ല. വീണ്ടും അപ്പുറത്തെ വീട്ടിൽ പോയി പൈസയ്ക്ക് ചോദിക്കണമായിരുന്നു. ഇപ്പൊ ശരിക്കും വരുമ്പോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ കയ്യിൽ വരുന്ന വേറെ എവിടെയും പോയി മേടിക്കാം. നമ്മുടെ കയ്യിൽ ദൈവം തരുന്ന പണം ഉണ്ടല്ലോ, അത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് ദർബാർ അടിച്ച് കളയരുത്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. ദൈവം എൻ്റെ കുടുംബത്തിൽ വരുന്ന സാമ്പത്തികം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു നല്ല കഴിവും കൃപയും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടി എല്ലാം കരുതി വച്ചിരിക്കുന്ന ദൈവം. ഒന്ന് കണ്ണുകളടച്ച് നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഇത്രയും നാൾ നമ്മുടെ ജീവിതത്തിൽ കരുതുന്നവൻ ഞാനല്ലയോ? കരുതുന്നവൻ ദൈവമാണ്. 5 അപ്പം 5000 പേർക്ക് കൊടുത്തു. അപ്പോൾ ശിഷ്യന്മാരൊരാൾ വന്ന് പറയുക, കർത്താവെ ഒരുപാട് അപ്പക്കഷ്ണങ്ങൾ വിച്ചുകൊണ്ട് എന്നാ ചെയ്യണ്ടേ? അത് എവിടെയെങ്കിലും ഇടാൻ പറയാനല്ല പറഞ്ഞത്. ഇതാ ഇവിടെ ഇരിക്കുന്ന 12 കൊട്ട അതുകൊണ്ട് ചെന്ന് അത് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അതെവിടുന്നായി 12 കൊട്ട വന്നേ? ഈശോ എന്തായാലും 12 കൊട്ടയായിട്ട് അവിടെ വന്നിട്ടില്ല. ശിഷ്യന്മാരുടെ കയ്യിലും കൊട്ടയില്ല. 12 കൊട്ട ഓരോ ശിഷ്യന്മാരുടെ തലയിലും 12 കൊട്ട എടുത്തോട്ട് പോകാൻ പാകത്തിന് 12 കൊട്ട. ഈ 12 കൊട്ട ഇതിനെക്കുറിച്ച് മനസ്സിലാവേണ്ടത്, ഈശോ 5 അപ്പം 5000 പേർക്ക് കൊടുത്തു. ഒരു കൊട്ട 12 കൊട്ടയാക്കിയിട്ടില്ല. പക്ഷെ എവിടുന്ന് ഈ കൊട്ട വന്നു? ഈ കൊട്ട അത് ദൈവം നേരത്തെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സിമ്പിൾ കാര്യം, നിസ്സാരമായൊരു കാര്യം. അങ്ങനെയെങ്കിൽ മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി പോലും ഇത്രയും കൊട്ട അവിടെ ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ
ഇവിടെ നിൽക്കുന്ന ഇത് ലോകം മുഴുവൻ കാണുന്ന ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്.